ഗുഡ് ഈവനിങ് ഓൾ. വെൽക്കം ടു ക്രിസ്റ്റൽ. വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റുമായിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത്. നമ്മൾ കഴിഞ്ഞ ദിവസം May 4 നടത്തിയിട്ടുണ്ടായിരുന്ന UGC നെറ്റ് ഹിസ്റ്ററി December 2025 സൈക്കിൾ എക്സാമിനേഷൻ പ്രിപ്പറേഷൻ ഉദ്ദേശിക്കുന്ന കുട്ടികൾക്ക് വേണ്ടി നമ്മളൊരു സ്കോളർഷിപ്പ് എക്സാമിനേഷൻ ആസ് യൂഷ്വൽ എല്ലാ സൈക്കിളിന്റെ മുമ്പിൽ നടത്തുന്ന പോലെ നടത്തിയിട്ടുണ്ടായിരുന്നു. അതിന്റെ റിസൾട്ട് അനൗൺസ്മെന്റിന്റെ ഒരു സെഷനിലോട്ടാണ് നിങ്ങൾ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നത്. ഞാൻ അതുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഇവിടെ നോട്ടാക്കി വെച്ചിട്ടുണ്ട്. ലെറ്റ് മീ ഷെയർ ദാറ്റ് വൺ. ഇവിടെ നിങ്ങൾക്ക് സ്ക്രീൻ കാണാൻ പറ്റുന്നുണ്ട് എന്ന് വിചാരിക്കുകയാണ്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടത്, നമ്മൾ ഓൾറെഡി ഇൻഫോം ചെയ്തതുപോലെ യൂട്യൂബിലുള്ള വീഡിയോസിലും മറ്റു നമ്മുടെ സ്കോളർഷിപ്പിന്റെ ഗ്രൂപ്പിലും വാട്സ്ആപ്പ് ഗ്രൂപ്പിലൊക്കെ നമ്മൾ അനൗൺസ് ചെയ്തതുപോലെ സ്കോളർഷിപ്പ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് അപ് ടു 50% ഓഫ് കോഴ്സ് ഫീ ആയിരുന്നു. അത്രക്കും ഫീ റിഡക്ഷൻ നിങ്ങൾക്ക് പഠിക്കാം എന്നുള്ളതായിരുന്നു ഉദ്ദേശം. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് 100 മാർക്ക് 50 ക്വസ്റ്റ്യൻസ് ഇങ്ങനെയാണ് ഉണ്ടായിരുന്നത്. അതിൽ 100 മാർക്കിൽ 90 മാർക്ക് എബോവ് കിട്ടുന്ന ആൾക്കാർക്കായിരുന്നു 50% പറഞ്ഞത്. അങ്ങനെ കഴിവുള്ള കുട്ടികൾക്ക് ഫീ റിഡക്ഷനിൽ പഠിക്കാം എന്നുള്ളത്. ഓക്കെ, പിന്നെ 80 മാർക്ക് എബോവ്, അതായത് 80% അവർക്ക് കിട്ടുന്നവർക്ക് 40% ആ രീതിയിലാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ 60% അങ്ങനെ രീതിയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. 60 മാർക്കിന്റെ മുകളിൽ കിട്ടുന്നവർക്കൊക്കെ ഒരു 30% വരുമോ എന്നുള്ളത്. അപ്പൊ ഇങ്ങനെ ഈ രീതിയിൽ നമ്മുടെ ഫുൾ കോഴ്സ് എമൗണ്ട് ആയിട്ടുള്ള 16,000 16,000 നിന്നും 50% ആകുമ്പോൾ 8,000, 40% ആകുമ്പോൾ 9,600, 30% ആകുമ്പോൾ 11,200 എന്ന രീതിയിലാണ് അതിന്റെ ഡിവിഷനും കാര്യങ്ങളും വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ ഒരു കാര്യം കൂടെ, ഓൾറെഡി UGC നെറ്റ് ക്ലിയർ ചെയ്തിട്ടുള്ള സ്റ്റുഡൻസ്, JRF നോക്കുന്നവരുണ്ടാവും, അവർക്ക് ഇനി ഒരു ഡെഡിക്കേറ്റഡ് ബാച്ച്, ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ഫൈനൽ കോംപ്രഹെൻസീവ് ആയിട്ടുള്ള പ്രിപ്പറേഷൻ എന്നൊക്കെ വേണം ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ അവർക്കും നമ്മൾ ഈ 50% സ്കോളർഷിപ്പിലാണ് ഈ ഫെസിലിറ്റി, ഈ ഒരു അവസരം ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ, അങ്ങനെ നമ്മുടെ സ്കോളർഷിപ്പ് എക്സാമിനേഷൻ കഴിഞ്ഞു. അതിൽ വിന്നേഴ്സ് ആയിട്ടുള്ള ഒരുപാട് പേരുണ്ട്. എക്സാമിനേഷൻ എഴുതിയത് ടോട്ടലി 54 പേരാണ്. ടോട്ടലി 54 സ്റ്റുഡൻസ് എക്സാമിനേഷൻ എഴുതുകയുണ്ടായി. അതിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്, നിങ്ങൾക്ക് ഓൾറെഡി അറിയാം, സൂപ്പർ 30 എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിലോട്ടാണ് നമ്മൾ ഈ ബാച്ചിനെ കൊണ്ടുപോകുന്നത് എന്നുള്ളത്. അപ്പൊ സൂപ്പർ 30 വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ട് കുട്ടികൾക്ക് റിസൾട്ട് ഗ്യാരണ്ടീഡ് ആയിട്ടുള്ള ഒരു ബാച്ച് ആയിട്ടാണ് നമ്മൾ നടത്തുന്നത്. അതിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് ഫുൾ കോഴ്സ്, ഹിസ്റ്ററിയുടെ ബുക്ക്, ടെസ്റ്റ് സീരീസ് എല്ലാം ലഭ്യമാകുന്ന, നേരത്തെ തന്നെ പ്രിപ്പറേഷൻ തുടങ്ങി നേരത്തെ തന്നെ അവസാനിച്ച് അടുത്ത ഡിസംബറിൽ നിങ്ങൾ എക്സാമിനേഷൻ എഴുതുന്നുണ്ടോ, നിങ്ങൾ ആഗ്രഹിച്ച പോലെ നെറ്റോ JRF നിങ്ങൾക്ക് കിട്ടിയിരിക്കണം. അതിന് വേണ്ടിയിട്ടുള്ള ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ബാച്ചാണ് വരുന്നത്. അപ്പൊ ഈ എക്സാമിനേഷനിൽ ടോപ്പ് ആയിട്ട് വന്നിട്ടുള്ള ആൾക്കാരുടെ ഒരു കൺഗ്രാറ്റുലേഷൻസ് പോസ്റ്റേഴ്സ് നമ്മളിവിടെ റിലീസ് ചെയ്യുന്നുണ്ട്. ഒന്നാമതായിട്ട് വരുന്നത് ശ്രീഹരിയാണ്. ദെൻ രണ്ടാമത്തത് ഫാത്തിമ, 3 അപർണ, 4 അജയ്, 5 ശിവപ്രിയ, 6 നദീറ, 7 അഫീഫ്, 8 ബൃന്ദ, 9 വിശാഖ്, 10 ഫാത്തിമ, 11 കവിത, 12 മന്ദിര. ഓക്കെ, ഐ ഡോണ്ട് നോ പ്രൊനൗൺസിയേഷൻ ഇസ് കറക്റ്റ് ഓർ നോട്ട്. എനിഹൗ, അങ്ങനെ നമ്മൾ കുറച്ച് ആൾക്കാരുടെ പോസ്റ്റേഴ്സ് ഇവിടെ റിലീസ് ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും കൺഗ്രാറ്റുലേഷൻസ് ക്രിസ്റ്റലിന്റെ ഭാഗത്തിൽ നിന്നും. കൂട്ടത്തില് എക്സാമിനേഷൻ എഴുതിയിട്ടുള്ള ബാക്കിയുള്ള എല്ലാവർക്കും, ഇവിടെ 12 പേരുടെ കാര്യങ്ങളാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ബാക്കി 42 പേരുടെയും ഒരു അറ്റംപ്റ്റിനെ നമ്മൾ അംഗീകരിക്കുകയാണ്, പ്രശംസിക്കുകയാണ്. കാരണം ഇങ്ങനത്തെ ഒരു എക്സാമിനേഷൻ എഴുതാനുള്ള ഒരു മെന്റാലിറ്റി കാണിച്ചു തന്നെ ഏറ്റവും വലിയ കാര്യമാണ്. പിന്നെ പറഞ്ഞതുപോലെ നമ്മൾ ഈ ഒരു പ്രോഗ്രാം നടപ്പിലാക്കുന്നത് തന്നെ ദാറ്റ് ഈസ് ഫോർ അവർ സൂപ്പർ 30 എന്ന് പറയുന്ന 30 പേരെ മാത്രം എടുക്കുന്ന ഒരു ബാച്ചിലോട്ടാണ്. ഓക്കെ, അപ്പൊ ഈ സ്കോളർഷിപ്പ് കിട്ടിയിട്ടുള്ള ആൾക്കാർക്ക് അവർക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു ഫീ റിഡക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെ നിങ്ങൾ ഓഫീസ് നമ്പറിൽ നിന്ന് വിളിക്കുന്ന സമയത്ത് നിങ്ങൾ അതിന് കൃത്യമായിട്ട് റെസ്പോണ്ട് ചെയ്യുക. വെറും 30 പേരെ മാത്രമാണ് നമ്മൾ ഈ ബാച്ചിലോട്ട് എടുക്കുകയുള്ളൂ. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ കൺഫർമേഷൻ, നിങ്ങൾ ഈ പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യുന്നുണ്ടോ ഇല്ല എന്നുള്ള അറിയിക്കണം. കാരണം നിങ്ങൾക്ക് ഈ ബെനിഫിറ്റ് വേണ്ട എങ്കിൽ ബെനിഫിറ്റ് വേണ്ട മറ്റൊരു സ്റ്റുഡന്റ് നിങ്ങൾക്ക് താഴെ ഉണ്ടാകും. ഓക്കെ, അപ്പൊ അവർക്ക് ഈ ബെനിഫിറ്റ് കൊടുക്കാൻ വേണ്ടിയാണ് എന്ന് അറിഞ്ഞിരിക്കുക. പുതിയ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് 12 മെയ്യിലാണ്. May 12 വരുന്നത്. നിങ്ങൾക്ക് ഇതിന്റെ ഭാഗമായിട്ട് ലഭ്യമാകുന്നത് ഞാൻ പറഞ്ഞ പോലെ ഫുൾ കോഴ്സ് ഉണ്ടാകും. നിങ്ങൾക്ക് സ്റ്റഡി മെറ്റീരിയൽസ് എന്ന് പറയുന്ന ബുക്കുകൾ ഉണ്ടാകും. ബുക്കിന് മാത്രം 2,100 രൂപ വരുന്ന ബുക്കാണ് വരുന്നത്. ടെസ്റ്റ് സീരീസ് ഉണ്ട്, ഒരു 800 റുപ്പീസിന്റെ ഒരു ടെസ്റ്റ് സീരീസ് വരുന്നുണ്ട്. അപ്പൊ അതിന് ഏകദേശം 3,000 രൂപയായി നിങ്ങൾക്ക് അറിയാം. പിന്നീട് ബാക്കി ഫുൾ കോഴ്സിന്റെ കാര്യങ്ങളിൽ ഓഫറോട് കൂടെ നിങ്ങൾക്ക് പഠിക്കാം എന്നുള്ളതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ലൈവ് ബാച്ചസ് ആണ് വരുന്നത്. അങ്ങനെ നിങ്ങൾക്ക് എല്ലാം കിട്ടുന്ന ഒരു പ്രോഗ്രാമാണ് സൂപ്പർ 30. നിങ്ങൾക്ക് ഇതിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ റിസൾട്ട് ഗ്യാരണ്ടീഡ് ആണ്. ആ രീതിയിലായിരിക്കും നമ്മൾ നിങ്ങൾക്ക് ട്രെയിനിങ് തരാൻ വേണ്ടി പോകുന്നത്. അപ്പൊ ഇവിടെ 54 പേരുടെയും റിസൾട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓൾറെഡി മുകളിൽ പറഞ്ഞ ആൾക്കാര് അത്രയും പേര് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അല്ലെ. അപ്പൊ അവരുടെ മാർക്കും കാര്യങ്ങളൊക്കെ ഇവിടെ ഏകദേശം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 54 പേരുണ്ട്. അപ്പൊ നിങ്ങൾ നിങ്ങളുടെ ഈ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഗ്രൂപ്പിലും നിങ്ങൾക്ക് ഓഫീസ് നമ്പറുമായിട്ട് നിങ്ങൾക്ക് മെസ്സേജ് ആയിട്ടും കോൾ ആയിട്ടൊക്കെ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും.
എന്തായാലും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എക്സാമിനേഷൻ പങ്കെടുക്കാൻ കാണിച്ച നിങ്ങളുടെ ഓരോരുത്തർക്കും ഒരു ബിഗ് ഒരു എന്താണ് ഓൾ ദ ബെസ്റ്റ് ആൻഡ് കൺഗ്രാറ്റുലേഷൻസ് ഫ്രം ദ സൈഡ് ഓഫ് ടീം ക്രിസ്റ്റൽ. കാരണം ഇങ്ങനത്തെ എക്സാമിനേഷൻ പങ്കെടുക്കുക എന്ന് പറയുന്നത് ചില്ലറ കാര്യമൊന്നുമല്ല. നിങ്ങൾക്ക് ഒരു മനോഭാവം ഉള്ളത് കൊണ്ടാണ്. ദാറ്റ് ഈസ് അപ്രീഷിയേറ്റിംഗ്. ഇനി ഇതിന് ശേഷമുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് ഫോളോ അപ്പിലും കാര്യങ്ങളൊക്കെ അറിയിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളെ ഭാഗം നിങ്ങൾ വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള സ്റ്റുഡൻസ് ആണെങ്കിൽ ഈ ബാച്ച് ഒരിക്കലും മിസ്സാക്കണ്ട. ക്രിസ്റ്റൽ നിങ്ങൾക്കറിയാം നെറ്റിന്റെ ഒരു കാര്യത്തിൽ ഹിസ്റ്ററി എന്ന് പറയുന്ന സബ്ജക്ട് പ്രത്യേകിച്ചും ഓരോ പ്രാവശ്യം അത്യാവശ്യം നമ്പർ ഓഫ് JRF നെറ്റും സ്റ്റുഡൻസ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്ഥാപനമാണ്. അപ്പൊ ആ കാര്യങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. ദാറ്റ്സ് ഓൾ ഗൈസ്. അപ്പോൾ ഓൾ ദ ബെസ്റ്റ്. ബാക്കി നമുക്ക് പിന്നീട് കാണാം. താങ്ക് യു.